ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യേശുവില് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ ആ സ്തോത്രഗീതം എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ അന്തരംഗം അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് നൽകിയ ഈ സുന്ദരമായ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം പരിശുദ്ധ അമ്മയോടൊപ്പമാണ് നമ്മൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അമ്മയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിതം നയിക്കുവാനും ഈ ശുശ്രൂഷ നമ്മളെ സഹായിക്കുന്നതിനായി നമുക്ക് നന്ദി പറയാം. നമുക്ക് ശാലോം ടെലിവിഷനെയും ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മാതാവേ, തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ പാപത്തിൽ വീഴാതിരിക്കുവാൻ, ദുഷ്ടന്റെ സ്വാധീന വലയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ അമ്മേ അമ്മയുടെ നീലയങ്കിക്കുള്ളിൽ എന്നെ മറയ്ക്കണമേ. അമ്മേ അമ്മേ അമ്മയുടെ നീലയങ്കിക്കുള്ളിൽ എന്നെ മറയ്ക്കണമേ. പാപത്തിൽ വീഴാതെ, നാശത്തിൽ വീഴാതെ എന്നെ മറയ്ക്കണമേ. പാപത്തിൽ വീഴാതെ, നാശത്തിൽ വീഴാതെ എന്നെ മറയ്ക്കണമേ. അമ്മേ അമ്മേ അമ്മയുടെ നീലയങ്കിക്കുള്ളിൽ എന്നെ മറയ്ക്കണമേ. ജ്ഞാനത്തിൽ പ്രായത്തിൽ പ്രിയനായി ഉണ്ണിയെ അമ്മ വളർത്തിയതുപോലെ ദൈവ മനുഷ്യ പ്രീതിയിലാവുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മ എങ്ങനെ സഹായിച്ചുവോ, ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജ്ഞാനത്തിൽ പ്രായത്തിൽ പ്രിയനായി ഉണ്ണിയെ അമ്മ വളർത്തിയപ്പോൾ, ജ്ഞാനത്തിൽ പ്രായത്തിൽ പ്രിയനായി ഉണ്ണിയെ അമ്മ വളർത്തിയപ്പോൾ, ദൈവമനുഷ്യ പ്രീതിയിലാവാ എന്നെ സഹായിക്കണേ. ദൈവമനുഷ്യ പ്രീതിയിലാവാ എന്നെ സഹായിക്കണേ. അമ്മേ അമ്മേ
അമ്മയുടെ നീലയങ്കിക്കുള്ളിൽ എന്നെ മറയ്ക്കേണമേ. സിഹിയോൻ ശാലയില് അമ്മ ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ചതുപോലെ ആത്മാവിൻ്റെ അഗ്നിയാൽ ജ്വലിച്ചിടുവാൻ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഭാരത സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുസഭയ്ക്ക് വേണ്ടി, അഭിമന്യ പിതാക്കന്മാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പരിശുദ്ധമേ പ്രാർത്ഥിക്കണമേ. സിഹിയോൻ ശാലയിൽ അമ്മ ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ചപ്പോൾ, സിഹിയോൻ ശാലയിൽ അമ്മ ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിനഗ്നിയിൽ ജ്വലിച്ചിടുവാൻ എന്നെ ഉണർത്തേണമേ. ആത്മാവിനഗ്നിയിൽ ജ്വലിച്ചിടുവാൻ എന്നെ ഉണർത്തേണമേ. അമ്മേ അമ്മേ അമ്മയുടെ നീലയങ്കിക്കുള്ളിൽ എന്നെ ഉണർത്തേണമേ. ഫാത്തിമ ലൂർദിലും കുഞ്ഞുങ്ങൾക്ക് ദർശനം നൽകിയ മാതാവേ, അമ്മയെ കാണുവാനായിട്ട് ഞങ്ങൾക്കും കൊതിയാണ്. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും ദർശനം നൽകണമേ. ലോകത്തിൻ്റെ അനേക സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയ മാതാവേ, ഞങ്ങളെയും സഹായിക്കണമേ. ഫാത്തിമ ലൂർദിലും കുഞ്ഞുങ്ങൾക്ക് ദർശനമേകിയ ഫാത്തിമ ലൂർദിലും കുഞ്ഞുങ്ങൾക്ക് ദർശനമേകിയപ്പോ കൊതിയായി എനിക്കെൻ്റെ അമ്മയെ കാണുവാൻ. അമ്മേ വന്നിടുമോ? കൊതിയായി എനിക്കെൻ്റെ അമ്മയെ കാണുവാൻ. അമ്മേ വന്നിടുമോ? ചേർന്ന് പാടാം. അമ്മേ അമ്മേ അമ്മയുടെ നീലയങ്കിക്കുള്ളിൽ എന്നെ മറയ്ക്കേണമേ. അമ്മേ അമ്മേ അമ്മയുടെ പരിശുദ്ധ മാതാവേ, നീലയങ്കിക്കുള്ളിൽ എന്നെ മറയ്ക്കേണമേ. ഒന്ന് ചേർന്ന് പാടാം. ആവേ മരിയ, ആവേ 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 മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. ഒരിക്കൽ കൂടി ദാഹത്തോടെ ആവേ 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 മരിയ, ആവേ ആവേ മരിയ, മരിയ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. Praise the Lord. Hallelujah. Hallelujah.
കഴിഞ്ഞ 9 ദിവസങ്ങളായി ആത്മീയ സമരം നടത്തുകയായിരുന്നല്ലോ നാം എല്ലാവരും. 10ാമത്തെ എപ്പിസോഡിലേക്ക് നാം കടക്കുമ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമുക്ക് തേടാം. സഹന സമരത്തിൽ, ആധ്യാത്മിക യുദ്ധത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം ഏവർക്കും അനുഭവപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയ വലിയൊരു ദാനമാണല്ലോ പരിശുദ്ധ മറിയം. എല്ലാ മനുഷ്യർക്കും തങ്ങളുടേതായ വ്യഗ്രതകൾ, അസ്വസ്ഥതകൾ ഒക്കെയുണ്ട്. 2 തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് വ്യക്തിപരമായിട്ട് തന്നെ നമുക്ക് ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാരുടെ ലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ വളരെ നന്നായിട്ട് വിവരിക്കുന്നുണ്ട്. പാപത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ആന്തരികമായ ഒരു കോൺഫ്ലിക്റ്റ്. അവിടെ അപ്പോസ്തലൻ പറയുന്നത് പ്രകാരമാണല്ലോ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ട്. ഈ നന്മകൾ നിറഞ്ഞു നിൽക്കുമ്പോഴും അറിയാതെ വ്യക്തിപരമായിട്ട് തന്നെ നാം തിന്മയുടെ ആ സ്വാധീന വലയത്തിൽ പെടാറുണ്ട്. രണ്ടാമതായിട്ട്, സമൂഹത്തിൽ ജീവിക്കുന്നവരാണല്ലോ നാം എല്ലാവരും. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു എക്സ്റ്റേണലായിട്ടുള്ള കോൺഫ്ലിക്റ്റ് നമ്മളെപ്പോഴും അഭിമുഖീകരിച്ചേ മതിയാവും. സഭാചരിത്രം പരിശോധിക്കുമ്പോൾ സഭയിലെ എല്ലാ അംഗങ്ങൾക്കും, അൽമായരാകട്ടെ, വൈദികരാകട്ടെ, മെത്രാന്മാരാകട്ടെ, മാർപ്പന്മാരാകട്ടെ, എല്ലാവർക്കും ഇത് അഭിമുഖീകരിച്ചേ മതിയാവും. ഈ പ്രശ്നസങ്കീർണമായ സാഹചര്യത്തെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം തേടാം. കാരണം പരിശുദ്ധ മറിയത്തെ എല്ലാവരുടെയും മാധ്യസ്ഥയായിട്ട് നൽകിയത് വേറെ ആരുമല്ല, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 19-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ, കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ യേശു യോഹന്നാൻ ശ്ലീഹയോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. നമ്മെ എല്ലാവരെയും നോക്കിക്കൊണ്ടാണ് യേശു പറഞ്ഞത്, ഇതാ നിങ്ങളുടെ അമ്മ. വിശുദ്ധ യോഹന്നാൻ തുടർന്ന് 27-ാം വാക്യത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, സ്വഭവനത്തിൽ മറിയത്തെ സ്വീകരിച്ചു. യോഹന്നാൻ തൻ്റേതായ ശൈലിയിൽ അല്പമൊക്കെ തീക്ഷ്ണമതിയായിരുന്നു, അധികാരക്കൊതിയുള്ളവനുമായിരുന്നു. യേശുവിൻ്റെ, അതായത് ഉയർത്തെഴുന്നേൽക്കുന്ന യേശുവിനെ, രാജാവാകുന്ന യേശുവിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഒക്കെ ഇരിക്കുവാനായിട്ട് ആഗ്രഹിച്ച ആളാണല്ലോ യോഹന്നാനും. പക്ഷേ പരിശുദ്ധ മറിയത്തെ സ്വഭവനത്തിൽ സ്വീകരിച്ചതിന് ശേഷം യോഹന്നാനിൽ വലിയൊരു മാറ്റമുണ്ടായി. ഒരു സ്നേഹ സുവിശേഷം രചിക്കുവാനായിട്ട് സാധിച്ചു. അത്
പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യ സഹായത്താലാണ്. സഭാ ചരിത്രത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എക്സ്റ്റേണലായിട്ടുള്ള പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അതിനും ഒരു പ്രതീകം നമുക്ക് കാണാൻ സാധിക്കും. ആദിമ സമൂഹത്തിൽ തന്നെ യേശുവിൻ്റെ കുരിശുമരണത്തോടുകൂടെ ഉത്ഥാനത്തോടുകൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് പരിശുദ്ധ മറിയം യോഹന്നാനെ മാത്രമല്ല അടുത്തിരിക്കുന്നത്, യോഹന്നാൻ്റെ ഭവനത്തിൽ മാത്രമല്ല, പരിശുദ്ധ മറിയമാകുന്ന ആ വലിയ ഭവനത്തിൽ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ശിഷ്യന്മാരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കുകയാണ്. അതും വലിയൊരു പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തിൻ്റെ ആ പ്രത്യേകമായ മാധ്യസ്ഥ്യം എപ്രകാരം സഭ മനസ്സിലാക്കുന്നു, അനുഭവിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രങ്ങളാണല്ലോ വളരെ പ്രധാനപ്പെട്ട സഭയുടെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ. നമുക്കറിയാം, 431 എഫേസുസ് സൂനകദോസിൽ വെച്ച് പരിശുദ്ധ മറിയത്തെ ദൈവമാതാവായി സഭ വിളിക്കുകയുണ്ടായി. ദൈവമാതാവ് എന്ന് വിളിക്കുക വഴി യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെ ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവികതയെ അംഗീകരിക്കാതിരുന്ന പാഷണ്ഡതയുടെ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ മറിയത്തെ ഈ ദൈവപുത്രൻ്റെ അമ്മ ദൈവമാതാവ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് കൗൺസിൽ പ്രഖ്യാപിച്ചത്. പരിശുദ്ധ മറിയത്തിൻ്റെ ആ വ്യക്തിത്വവും വിശുദ്ധിയും എന്നും സഭ ധ്യാനിച്ചതിൻ്റെ അടയാളമാണ് ലാറ്ററൻ കൗൺസിലിൽ 649 സഭാപിതാക്കന്മാർ പരിശുദ്ധ മറിയത്തെ നിത്യ കന്യക എന്ന് വിളിച്ചത്. പരിശുദ്ധ മറിയം നിത്യ കന്യകയാണ്. അതിനുശേഷം നമുക്കറിയാം, 9-ാം പീസ് പാപ്പ 1854 പരിശുദ്ധ മറിയത്തെ അമലോത്ഭവ എന്ന് വിളിച്ചു. അതായത് പാപത്തിൻ്റെ ഒരു കറയും ഏൽക്കാത്തവൾ എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം. അതെ, ഉത്ഭവ പാപത്തിൻ്റെ കറ പോലും ഏശാത്തവളാണ് പരിശുദ്ധ മറിയം. കാരണം രക്ഷകന് ജന്മം നൽകിയ മറിയത്തെ ദൈവം ഉത്ഭവ പാപത്തിൽ നിന്ന് പോലും മോചിപ്പിച്ചിട്ടാണ് ഈ ലോകത്തിൽ നൽകിയത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയായിരുന്നു. വീണ്ടും നമുക്കറിയാം, 1950 12-ാം പീസ് പാപ്പ പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ പ്രഖ്യാപിക്കുമ്പോൾ അതൊരു വിശ്വാസ സത്യമായി ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന ഒരു സത്യം, അതായത് രക്ഷകന് ജന്മം നൽകിയ മറിയത്തെ സാധാരണ മനുഷ്യരെ പോലെ കാണുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സഭാപിതാവ് 12-ാം പീസ് പാപ്പ പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപിത രഹസ്യം വിശ്വാസസത്യമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ വിശ്വാസ സത്യങ്ങളിലൂടെ, ഈ പ്രഖ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നമ്മുടെ ആത്മീയമായ സമരത്തിൽ, നമ്മുടെ ഈ ലോകത്തിലെ പോരാട്ടത്തിൽ നമുക്ക് ഒപ്പം നിൽക്കുവാനായിട്ട് ഒരു വലിയൊരു സ്ത്രീ സാന്നിധ്യം ഉണ്ട് എന്നതാണ്. അത് വേറെ ആരുമല്ല, യേശുക്രിസ്തുവിന് ജന്മം നൽകിയ അമ്മയായ പരിശുദ്ധ മറിയം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തിൻ്റെ വ്യക്തിത്വവും പരിശുദ്ധ മറിയത്തിൻ്റെ സമർപ്പണവും നാം കാലാകാലങ്ങളിലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എഫേസ്യക്കാരുടെ ലേഖനത്തിലെ 6-ാം അധ്യായത്തിലെ ചിന്തകളാണല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്, ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഒരു ആത്മീയമായ പോരാട്ടമാണ്. അതെ, ഇന്ന് അവസാന
ദിവസം നമ്മൾ പരിശുദ്ധ മറിയത്തെ പ്രത്യേകമായിട്ട് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം സ്വീകരിച്ചുകൊണ്ട് ആത്മീയ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. നാം ജീവിക്കുന്ന ഇന്നത്തെ ഈ പശ്ചാത്തലം വളരെയധികം പ്രശ്ന സങ്കീർണങ്ങളാണെന്നുള്ളത് ഏവർക്കും അറിയാം. നമ്മളെല്ലാവരും പറയും. കാരണം കോവിഡിൻ്റെ മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ്. അവിടെ പാവപ്പെട്ടവനും പണക്കാരനും എന്നുള്ള വ്യത്യാസമില്ലാതെ സമ്പന്ന രാഷ്ട്രവും വികസിത രാഷ്ട്രമെന്നും ദരിദ്ര രാഷ്ട്രമൊന്നും വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും മഹാമാരി ബാധിച്ചിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അറിയാതെ നമുക്കുണ്ടാകുന്ന ഒരു ചിന്ത നിരാശയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിരാശയുടെ പശ്ചാത്തലത്തിലും നമുക്ക് പ്രത്യാശ നൽകുന്നവളാണ് പരിശുദ്ധ മറിയം. ഞാൻ രണ്ട് കാര്യം ആരംഭത്തിലേ സൂചിപ്പിച്ചു. ഒന്ന്, നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിലുള്ള കോൺഫ്ലിക്റ്റ് അത് നിരന്തരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ബാഹ്യമായ ശക്തികൾ നമ്മെ അസ്വസ്ഥമാക്കുമ്പോഴും നമുക്ക് പരിശുദ്ധ മറിയം ധൈര്യം നൽകുന്നു, പ്രത്യാശ നൽകുന്നു, നമ്മെ കൂട്ടായ്മയിൽ ഒരുമിപ്പിച്ച് നിർത്തുന്നു. ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് 1883 ഭാഗ്യസ്മരണാർഹനായ ലയോ 13 മാർപ്പാപ്പ സെപ്റ്റംബർ മാസം 1 നൽകിയ അപ്പോസ്തലിക ലേഖനമാണ്. ലയോ മാർപ്പാപ്പ എല്ലാവരും ഓർക്കുന്നത് റേരും നൊവാരും എന്ന ഒരു സാമൂഹ്യ ചാക്രിക ലേഖനം നൽകി എന്നതിൻ്റെ പേരിലാണ്. കാരണം വിപ്ലവാത്മകമായ ചിന്തകൾ ഏത് രാഷ്ട്രീയക്കാരും പഠിച്ചിരിക്കേണ്ട ഒരു ചാക്രിക ലേഖനമാണല്ലോ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം. ഇപ്പോൾ വിപ്ലവാത്മകമായ ആശയങ്ങൾ നൽകിയിട്ടുള്ള ലയോ മാർപ്പാപ്പ 1883 അദ്ദേഹം 1878 മുതൽ 1903 വരെ പരമാചാര ശുശ്രൂഷ നിർവഹിച്ച വലിയൊരു പാപ്പയാണ്. ഞാൻ പറഞ്ഞല്ലോ 1883 സെപ്റ്റംബർ 1 നൽകിയ ആ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൻ്റെ പേര് പരമോന്നത ശ്ലൈഹിക ധർമ്മം എന്നാണ്. ഈ പരമോന്നത ശ്ലൈഹിക ധർമ്മത്തിൽ ആ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സംഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ ഒരു പാപ്പയുടെ ആ വേദന, പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലുണ്ടായ ആ സാഹചര്യങ്ങൾ, വിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളിൽ പോലും പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ലയോ പാപ്പ നമ്മെ എല്ലാവരെയും പരിശുദ്ധ മറിയത്തിലേക്ക് കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ചും ജപമാല പ്രാർത്ഥനയിലേക്കാണ് കൊണ്ടുവരുന്നത്. ജപമാല പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പശ്ചാത്തലമായിട്ട് പാപ്പ പറയുന്ന 1-2 വാക്യങ്ങൾ ശ്രവിക്കുന്നത് നന്നായിരിക്കും. അതായത് പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിലേക്കാണ് ഉയർത്തേണ്ടതെന്നും ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടതെന്നും പറഞ്ഞതിന് ശേഷം പാപ്പ പറയുകയാണ്, ദൈവത്തെ ലക്ഷ്യം വയ്ക്കുവാനായിട്ട്, ദൈവരാജ്യം ലക്ഷ്യം വയ്ക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവമാതാവും മഹത്വപൂർണ്ണയുമായ കന്യകാമറിയത്തിൻ്റെ കാരുണ്യം ദൃഢമായ മതവിശ്വാസം കൊണ്ടും ഭക്തി കൊണ്ടും നേടണമെന്നും അതിനേക്കാൾ സുനിശ്ചിതവും ഫലപ്രദവുമായ മറ്റു മാർഗമില്ലെന്നും ഞാൻ കരുതുന്നു. കന്യകാമറിയം നമ്മുടെ സമാധാനത്തിൻ്റെ കാവൽക്കാരിയാണ്. സ്വർഗീയ കൃപകൾ നമുക്ക് നൽകുന്നവളുമാണ്. അവൾ സ്വർഗത്തിൽ അധികാരത്തിൻ്റെയും മഹത്വത്തിൻ്റെയും പരകോടിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടവളാണ്. ആ നിത്യനഗരത്തിൽ എത്തിച്ചേരാൻ ഏറെ കഠിനാധ്വാനങ്ങളിലൂടെയും അപകടങ്ങളിലൂടെയും പരിശ്രമിക്കുന്ന മനുഷ്യർക്ക് തൻ്റെ രക്ഷാധികാരത്തിൻ്റെ സഹായം നൽകാൻ വേണ്ടിയാണ് അവൾ അപ്രകാരമായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് വീണ്ടും പിതാവ് പറയുന്നതാണ്. ലയോ പാപ്പ പറയുകയാണ്,
അപകടത്തിലും പീഡനപരമായ കാലങ്ങളിലും അഭയത്തിനായി മറിയത്തിലേക്ക് ഓടുകയും അവളുടെ മാതൃസഹജമായ നന്മയിൽ സമാധാനം അന്വേഷിക്കുകയും ചെയ്യുക എന്നത് എല്ലായ്പ്പോഴും ക്രൈസ്തവരുടെ ശീലമാണ്. ദൈവത്തിൻ്റെ സമരസഭ വ്യാപകമായ പാഷണ്ഡതകളുടെയോ അക്രമത്തിൻ്റെയോ അസഹനീയമായ ധാർമ്മിക അധപ്പതനത്തിൻ്റെയോ ശക്തരായ ശത്രുക്കളുടെ ആക്രമത്തിൻ്റെയോ അപകടത്താൽ ചുറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് നിർമ്മലമായ സ്വർഗീയ റാണിയോടുള്ള ഏറെ മഹനീയവും വിശ്വസനീയവുമായ ഈ ഭക്തി ഏറ്റവും കൂടുതൽ പ്രശോഭിച്ചിട്ടുള്ളത്. ജപമാല പ്രാർത്ഥനയെക്കുറിച്ചാണ് ലയോ പാപ്പ അവിടെ പ്രതിപാദിക്കുന്നത്. ജപമാല പ്രാർത്ഥനയുടെ തുടക്കത്തെക്കുറിച്ച് നാം പല അവസരങ്ങളിലുമൊക്കെ കേട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ചും കേരളീയരായ നമ്മൾ എന്നും മെയ് മാസവും ഒക്ടോബർ മാസവും പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം തേടുന്നവരാണ്. ഒക്ടോബർ മാസം മുഴുവനും ജപമാല രാജ്ഞിയെ വിളിച്ചപേക്ഷിക്കുന്നവരാണല്ലോ നാം എല്ലാവരും. പ്രിയപ്പെട്ടവരെ, ജപമാല പ്രാർത്ഥനയുടെ തുടക്കം തന്നെ മധ്യയുഗത്തിൽ, പ്രത്യേകിച്ചും 13-ാം നൂറ്റാണ്ടിൽ, 12-13 നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ പാഷണ്ഡതകളുടെ വലിയൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തെ സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ഈ പാഷണ്ഡതകളെന്ന് പറയുമ്പോൾ വിശ്വാസത്തിന് എതിരായിട്ടുള്ള സമീപനങ്ങൾ, പക്ഷേ വിശ്വാസത്തിന് വിപരീതമായ രീതിയിൽ ചിന്തയായിട്ടോ വാക്കാലായിട്ടോ ഒക്കെ പ്രകടിപ്പിക്കാം. പക്ഷേ ഈ പാഷണ്ഡതകൾ എപ്രകാരം അക്രമത്തിലേക്ക് നയിക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തം കാണണമെങ്കിൽ ഈ മധ്യയുഗത്തിലേക്ക് പോകണം. അവിടെ ധാരാളം ഒരുപാട് പേരെ കൊല ചെയ്ത, വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ കൊല ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. അൽബേനിയസ് പാഷണ്ഡത നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം. പരിശുദ്ധ പിതാവ് പറയുകയാണ്, വന്ധ്യ സഹോദരനെ, അൽബീജിയൻസ്യൻ പാഷണ്ഡതകളിൽ നിന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ സഭ എത്ര വലിയ ക്ലേശവും ദുഃഖവുമാണ് അനുഭവിച്ചതെന്ന് നിങ്ങളിൽ ആരും ഓർമ്മിക്കാതിരിക്കുകയില്ല. ആ പാഷണ്ഡത ഒരു പിൽക്കാല മനിക്കേയൻ മതവിഭാഗത്തിൽ നിന്നുണ്ടായതാണ്. തെക്കേ ഫ്രാൻസും ലത്തീൻ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളും അപകടകരമായ അബദ്ധ സിദ്ധാന്തങ്ങളുള്ള അവരെ കൊണ്ട് നിറഞ്ഞിരുന്നു. അടുത്ത വാക്യം വളരെ വേദനാജനകമാണ്. അവർ എല്ലായിടത്തും യുദ്ധോപകരണങ്ങൾ കൊണ്ട് ഭീതി നിറച്ചിരുന്നു. കൂട്ടക്കൊല നടത്തിയും നാശം വിതച്ചും എല്ലായിടത്തും ഭരിക്കാൻ പരിശ്രമിച്ചിരുന്നു. ഈ സന്ദർഭത്തിലാണ് സൈമൺ സ്റ്റോക്കിന് മിസ്റ്റർ ഡൊമിനിക്കിന് പരിശുദ്ധ മറിയം ജപമാല പ്രാർത്ഥന എന്ന ദാനം നൽകിയത്. തുടർന്ന് ജപമാല പ്രാർത്ഥനയിലൂടെയാണ് ആ ദേശത്ത് സമാധാന അന്തരീക്ഷം വന്നതെന്ന് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു. 16-ാം നൂറ്റാണ്ടിലെ ലെപ്പാൻഡോ യുദ്ധത്തിലെ കാര്യവും നമുക്ക് സുപരിചിതമാണല്ലോ. അതായത് സഭയ്ക്ക് എപ്പോഴൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടുവോ, അത് ആന്തരികമാകട്ടെ ബാഹ്യമാകട്ടെ, ഏവരും ജപമാല പ്രാർത്ഥനയിലൂടെ ഈ പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് ആർജിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചരിത്രത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരാം. വാസ്തവത്തിൽ എൻ്റെ നാട്ടിൽ മത്സ്യത്തൊഴിലാളികൾ, പ്രത്യേകിച്ചും മത്സ്യമൊക്കെ വിറ്റ് കടലിൽ നിന്ന് തിരിച്ചു പോകുന്ന സ്ത്രീജനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. അവർ എല്ലാം വിറ്റതിന് ശേഷം ജപമാല പ്രാർത്ഥന ചൊല്ലി നടന്നു വരുന്നത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്.
നമ്മുടെ കർഷകർ, സാധാരണ ജനങ്ങൾ പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളോട് കടന്നു പോകുമ്പോഴും അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി വളരെയധികം ക്ലേശം സഹിക്കുമ്പോഴും സന്ധ്യാസമയത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അവർ ശക്തി സംഭരിക്കുന്നു. അതെ, ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് അവർ ആർജിക്കുന്നു. ജപമാല പ്രാർത്ഥനയുടെ മഹത്വത്തെക്കുറിച്ച് എല്ലാ പിതാക്കന്മാരും സദാ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2013 ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന അപ്പോസ്തലിക ലേഖനം നൽകിയല്ലോ. അതിൽ മെക്സിക്കോയിലെ ഗദലൂപ്പെ മാതാവിൻ്റെ ആ ഒരു പ്രത്യക്ഷപ്പെടലിനെ സംബന്ധിച്ച് ഒരു പരാമർശമുണ്ട്. എന്നെ വളരെ അധികം ആകർഷിച്ച ഒരു കാര്യമാണത്. ഹുവാൻ ദിയേഗോ, അദ്ദേഹത്തിനാണ് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടത്. പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്: നിന്റെ ഹൃദയം അസ്വസ്ഥമാകരുത്, നിന്റെ ഹൃദയം അസ്വസ്ഥമാകരുത്. അതെ, പരിശുദ്ധ മറിയം ആർക്കൊക്കെ പ്രത്യക്ഷപ്പെടുന്നു അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ അസ്വസ്ഥരാകരുത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുക, പ്രാർത്ഥനയിൽ ബലപ്പെടുക. നമുക്കറിയാം, പഴയ നിയമത്തിൽ മോശ കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധ മറിയം നമുക്ക് വേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം തേടുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. പരിശുദ്ധ മറിയത്തിൻ്റെ ആ പ്രത്യേകമായ മാധ്യസ്ഥ്യം ഓരോ ദിവസവും നാം അനുഭവിക്കുമ്പോൾ വ്യക്തിപരമായിട്ടും, കാരണം വ്യക്തിപരമായിട്ട് നമ്മൾ അനുഭവിക്കണം. കാരണം എന്താണ്? റോമാക്കാരുടെ ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എന്നിൽ തന്നെ എന്നും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഉള്ള് ശുദ്ധമാകുവാനായിട്ട്, എൻ്റെ ഉള്ള് വിശുദ്ധമാകുവാനായിട്ട് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം ഞാൻ തേടണം. ഞാൻ ജീവിക്കുന്ന സമൂഹം പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴേ എന്നോടൊപ്പം പരിശുദ്ധ മറിയം ഉണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യം മാത്രമല്ല, അതൊരു സത്യമാണെന്നുള്ള തിരിച്ചറിവും ഉണ്ടാകണം. പരിശുദ്ധ മറിയം എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുത്തു, അവിടെയൊക്കെ സമാധാനമുണ്ടായിട്ടുണ്ട്, ശാന്തി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും നമുക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം തേടാം. ലയോ മാർപ്പാപ്പയുടെ 1-2 വാക്യങ്ങളിലൂടെ ഞാൻ ഉദ്ധരിക്കുകയാണ്. പരിശുദ്ധ പിതാവ് പറയുകയാണ്: ഈ ഭക്തിയുടെ ഫലദായകത്വവും ശക്തിയും 16-ാം നൂറ്റാണ്ടിലും വിസ്മയനീയമാം വിധം പ്രകടിപ്പിക്കപ്പെട്ടു. തുർക്കികളുടെ വിപുലമായ സൈനിക ശക്തി യൂറോപ്പ് മുഴുവനും അന്ധവിശ്വാസത്തിൻ്റെയും കിരാതത്വത്തിൻ്റെയും മുഖത്തിൻകീഴിലാക്കാൻ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് അത് സംഭവിച്ചത്. ആ സമയത്ത് 5-ാം പിയൂസ് പാപ്പ ക്രൈസ്തവ രാജാക്കന്മാരിൽ പൊതുസംരക്ഷണ വികാരമുണർത്തി സർവോപരി ഏറ്റവും ശക്തിയായ ദൈവമാതാവിൻ്റെ കാരുണ്യം ക്രൈസ്തവ സമൂഹത്തിന് ലഭിക്കാൻ വേണ്ടി ഏറ്റവും തീവ്രമായ തീക്ഷ്ണതയോടെ പരിശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം തേടാം. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമുണ്ട്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ധാരാളം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ അവർ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം എപ്രകാരം തേടുന്നു എന്ന് എന്നോട് പങ്കുവയ്ക്കാറുണ്ട്. അവരോടൊപ്പം
പ്രാർത്ഥനയിൽ പങ്കുചേരുവാനായിട്ട് എന്നെ ക്ഷണിക്കാറുണ്ട്. അത് ഈ ദേശത്തുള്ളവരുമാകട്ടെ വിദേശത്തുള്ളവരുമാകട്ടെ, അമ്മമാരാകട്ടെ ചെറുപ്പക്കാരാകട്ടെ. പുനലൂർ രൂപതയിലെ യുവാക്കന്മാർ, യുവജന സംഘടനയിലെ അംഗങ്ങൾ തന്നെ ഒരു ദിവസം പ്രത്യേകമായിട്ട്, പല ആഴ്ചതോറും ആഴ്ചയിലൊരു ദിവസം പ്രത്യേകമായിട്ട് ഒരു ചെയിൻ റോസറിയൊക്കെ അവർ നടത്താറുണ്ട്. പക്ഷേ എന്നോടും കൂടെ അതിൽ പങ്കെടുക്കുവാനായിട്ട് എന്നെ ക്ഷണിച്ചു. വളരെ സന്തോഷം തോന്നി. ഓൺലൈനിലാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും, ചെറുപ്പക്കാരും പ്രായം ചെന്നവരും വിധവകളും ഒക്കെ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം നിരന്തരം സ്വായത്തമാക്കുകയാണ്. പഴയ നിയമത്തിൽ മോശ എപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ചു, യെരമ്യ പ്രവാചകൻ, എലിയ പ്രവാചകനൊക്കെ എപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ചു, അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പരിശുദ്ധ മറിയം. കാനായിലെ കല്യാണ സമയത്ത് അതെ പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്ത് വന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. വീഞ്ഞ് തീർന്നു പോയെന്ന് പറഞ്ഞു. പരിശുദ്ധ മറിയം കർത്താവിൻ്റെ അടുക്കിലേക്ക് വിടുകയാണ്. അപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ കുറവുകളോടുകൂടെ പരിശുദ്ധ മറിയത്തിൻ്റെ അടുക്കിലേക്ക് പോവുക. പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്തിലേക്ക് പോകുമ്പോൾ പരിശുദ്ധ മറിയം നമ്മയും കൊണ്ട് കർത്താവിലേക്ക് പോകും. കർത്താവിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പുതിയ അനുഭവമുണ്ടാകും. പീരുക്കളായിരുന്ന ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി പരിശുദ്ധ മറിയത്തിൻ്റെ ആ മാധ്യസ്ഥതയിൽ ഒരുമിച്ച് കൂടി. അവിടെ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവിനാൽ അവർ നിറഞ്ഞു. തുടർന്ന് അവർ പ്രഭാഷണം ആരംഭിച്ചു. കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാനായിട്ട് തുടങ്ങി. പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം അവർ തേടുകയായിരുന്നു. നമുക്കും പരിശുദ്ധ മറിയത്തിൻ്റെ നിരന്തരമായ മാധ്യസ്ഥ്യം തേടി നമുക്ക് ദൈവകുമാരനെ സ്വന്തമാക്കാം. സുവിശേഷ ചൈതന്യം കൈവളർത്താൻ ജപമാല പ്രാർത്ഥന ചൊല്ലിയിടാം. മാതാവിൻ സ്വർഗീയ മാധ്യസ്ഥ്യം തേടി ദൈവകുമാരനെ നമുക്ക് സ്വന്തമാക്കാം. അതെ, ത്യാഗത്തിൻ്റെ മാതൃകയാണ് പരിശുദ്ധ മറിയം. സ്നേഹത്തിൻ്റെ മാതൃകയാണ്, പുണ്യത്തിൻ്റെ മാതൃകയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ നമുക്ക് ഈ ലോകത്തിലെ യാത്ര തുടരാം. പരിശുദ്ധ മറിയത്തോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരാധകരിവർ കാത്തിരിപ്പൂ ആത്മനാഥനേശുവേ ആരാധന. എല്ലാ മക്കളും പാടട്ടെ. ആരാധന ദൈവജനം മുഴുവൻ ആലപിക്കട്ടെ. ഈശോയെ ആരാധിക്കും മക്കളെ. ആരാധന ആരാധന ആത്മാവിൽ ആരാധന
ഈശോയില് ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 10 ദിവസങ്ങള് KRLCBC പ്രൊക്ലമേഷൻ കമ്മീഷനോടും ഷാലോം ടെലിവിഷൻ ശുശ്രൂഷയോട് ചേർന്ന് എഫേസൂസ് 6-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വചനങ്ങളിലൂടെ ഒരാത്മീയ യാത്രയിലായിരുന്നു നാം. ആത്മീയ യാത്രയിൽ വചനം നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിന്മകളുടെ സ്വാധീനങ്ങളെ ഒരു ദൈവജനം നേടേണ്ട കൃപകളും വരങ്ങളുടെ ശക്തികൾ ഉപയോഗിച്ച് എല്ലാ പൈശാചിക ശക്തികളെയും തിന്മകളുടെ നേരെ യുദ്ധത്തിനുള്ള പടപ്പുറപ്പാടായിരുന്നു നാം എല്ലാവരും. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ആ ആത്മീയ യുദ്ധയാത്രയുടെ സമാപന ആരാധന അഭിഷേകത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുൻപിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് നമ്മളെല്ലാവരെയും ബലപ്പെടുത്തുവാനാണ്. പുതിയ കരുത്തും പുതിയ അഭിഷേകവും നമുക്കെല്ലാവർക്കും നൽകുന്നതിന് വേണ്ടിയാണ്. ദൈവജനത്തെ ബാധിച്ചിരിക്കുന്ന നിരാശയുടെ, ഭയത്തിൻ്റെ, അസഹിഷ്ണുതയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളുടെ എല്ലാ തിന്മകളെ ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും അവയെ ശാസിക്കാനും കർത്താവായ ഈശോ സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. മക്കളെ, ആ കർത്താവിൻ്റെ മുൻപിൽ ഇരുകരങ്ങൾ കുപ്പി പിടിച്ചുകൊണ്ട് ഈശോയെ നമുക്കെല്ലാവർക്കും കുമ്പിട്ട് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കളെ, അവരുടെ പഠനങ്ങളെ, നമ്മുടെ യുവജനങ്ങളുടെ തൊഴിൽ മേഖലകളെ, വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടവക സമൂഹത്തെ, നമ്മുടെ രൂപതയെ, ആഗോള കത്തോലിക്ക സഭയെ, നമ്മുടെ ഭാരതത്തെ, ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, ഈശോയുടെ ഈ ദിവ്യമായ കൂദാശയുടെ മുൻപിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് തൻ്റെ കാവൽ മാലാഖമാരെ അയച്ച്, കർത്താവ് തൻ്റെ ദിവ്യദൂതന്മാരെ അയച്ച് നമ്മുടെ വീട്, പറമ്പ്, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ 4 അതിരുകൾ, 16 കോണുകൾക്ക് സംരക്ഷണ കവചം ഒരുക്കട്ടെ. പറഞ്ഞേ ആമേൻ. കൂടോത്രങ്ങള്, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങള്, ദുഷ്ടാരൂപികള്, ദുരാത്മാക്കള് നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ ജീവിത മേഖലകളിലോ പ്രബലപ്പെടാൻ അനുവദിക്കാത്ത തരത്തില് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള പരിശുദ്ധ കൂദാശയുടെ ശക്തിയാൽ, കത്തോലിക്ക സഭയുടെ അധികാരത്താൽ, ഞങ്ങൾക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഈ ദൈവജനത്തെ മുഴുവൻ അനുഗ്രഹിക്കപ്പെടുവാൻ വിശുദ്ധ പൗലോസിനോട് ചേർന്ന് വിശുദ്ധ പൗലോസിന്റെ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളോട് ചേർന്ന് നടത്തിയ ആത്മീയ യുദ്ധത്തിന്റെ ഈ സമാപന നിമിഷങ്ങളിൽ കർത്താവായ യേശു നാമത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരട്ടെ. നിന്നെ അലസോരപ്പെടുത്തുന്ന, നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന നിന്റെ കുടുംബത്തെ, നിന്റെ വിശ്വാസ ജീവിതത്തെ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന തിന്മകളും ദുഷ്ടാരൂപികളും ദുരാത്മാക്കളും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിക്കട്ടെ. കർത്താവേ, ഈ 10 ദിവസങ്ങളിലൂടെ ദൈവജനത്തിന്, ആഗോള കത്തോലിക്ക സഭയ്ക്ക് നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ കെടുത്തുന്ന, ഞങ്ങളുടെ ആത്മാവിനെ നശിപ്പിച്ചു കളയുന്ന എല്ലാ ദുരാത്മാക്കളെയും ബന്ധിച്ചുകൊണ്ട്, എല്ലാ ദുരാത്മാക്കളെ ശാസിച്ചുകൊണ്ട്
കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും കത്തോലിക്ക സഭയുടെ അധികാരത്താലും ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന സകലവിധ തിന്മകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ വിട്ടുപോകട്ടെ. യേശു നാമത്തിന്റെ ശക്തിയാൽ അവയെ ശാസിക്കുന്നു, അവയെ ബന്ധിക്കുന്നു, അവയെ ബഹിഷ്കരിക്കുന്നു. ഓ സാങ്കുവേ ദാക്കുവേ സ്കതു റീഷദൽ കോരദി ജസു കമെസോർ ജന്തദല മിസരിക്കോർഡിയ പെർനോ യോ കോൺഫിഡോ ഇൻ തേ ജസു. കർത്താവേ, നിന്റെ തിരുരക്തത്തിലേക്ക് ഞങ്ങൾ അങ്ങ് വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുരക്താഭിഷേകം കൊണ്ട് ദൈവജനൻ രക്ഷ പ്രാപിക്കട്ടെ. ഓ സാങ്കുവേ ദാക്കുവേ സ്കതു റീഷദൽ കോരദി ജസു. കർത്താവേ, നിന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയ തിരുരക്തം കൊണ്ട് ദൈവജനം മുഴുവൻ ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നു കർത്താവേ, നിന്റെ തിരുരക്തത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അതിന്റെ വലിയ ഒരു ആവരണം കൊണ്ട് ഞങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. ആ കുഞ്ഞാടിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളുടെ കട്ടിളപ്പടികളെല്ലാം മുദ്ര ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റിയാ 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 റിയാ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആരാധിച്ച മക്കളെ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആമേൻ, ആമേൻ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ജീസസ്. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടാം. ആമേൻ. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടാം. ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ. അന്നു ഞങ്ങൾ മുഖം കണ്ടു ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ. അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ. പാപ കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ. പാപ ബന്ധന വഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ. ആമേൻ. കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയിങ്കൽ. മൺകുടമുടയും തീകത്തീടും ആരാധനയിങ്കൽ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ. മൺകുടമുടയും തീരും ആരാധനയെങ്കിൽ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയിങ്കൽ. മൺകുടമുടയും തീകത്തീടും ആരാധനയിങ്കൽ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ. മൺകുടമുടയും തീരും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ. കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ.
ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേൻ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആരാധനയുടെ അവസാന നിമിഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് ആഗോള കത്തോലിക്ക സഭയെ, ഫ്രാൻസിസ് പാപ്പയെ, പാപ്പയുടെ നിയോഗങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ലോകം മുഴുവനുമുള്ള എല്ലാ മെത്രാന്മാരെയും, വൈദികരെയും, സന്യസ്തരെയും, സമർപ്പിതരെയും, ആത്മായ ശുശ്രൂഷകരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കേരള സഭയെ വളരെ പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് KRLC-BCയുടെ പ്രൊക്ലമേഷൻ കമ്മീഷനെയും, പ്രൊക്ലമേഷൻ കമ്മീഷന്റെ ചെയർമാൻ സെൽവസ്റ്റർ പൊന്നുമുത്തൻ പിതാവിനെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വർഷങ്ങളിലൂടെ കർത്താവ് വചനപ്രഘോഷണ മേഖലയിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും, ഈ ഒരു കാലഘട്ടത്തിൽ ഷാലോം ടെലിവിഷൻ ശുശ്രൂഷയെ കേരള സഭയ്ക്ക്, ലോകസഭയ്ക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആരാധനയിൽ നമുക്ക് പങ്കുചേർന്ന് ഈശോയുടെ സമാപന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ ഈ ആശീർവാദം കൊണ്ട് നമ്മുടെ കുടുംബം മുഴുവൻ ശക്തി പ്രാപിക്കട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ, വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് ശക്തി പ്രാപിക്കട്ടെ. വചനം നൽകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആധുനിക ലോകത്തെ തിന്മകളെ അതിജീവിക്കാനുള്ള കരുത്തും കൃപയും കൊണ്ട് ദൈവസഭ, ദൈവജനം നിറയട്ടെ. ഈശോയുടെ മുൻപിൽ നമുക്ക് മുട്ടുകുത്തി നിന്ന് എല്ലാ കിടപ്പ് രോഗികളെയും, രോഗശാന്തി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ടും ഈ ആശീർവാദ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വണങ്ങുക സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി കൂദാശയേ. നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസത്തിൽ വ്യതിത്തി. ദൈവപിതാവിനും തന്റെ ഗജാതനും സ്തോത്രമുണ്ടാകണമെന്നുമെന്നും. പാവനാത്മാവിനും ഔവിധം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവം. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവകമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ.
അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങയ്ക്കാരാധന.